الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാർ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം മനസ്സുകളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ അധികമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരോധവും മുസ്ലിങ്ങളോടുള്ള വെറുപ്പും പരമാവധി പ്രചരിപ്പിക്കുക എന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ ലക്ഷ്യമായി അവർ കാണുന്നത്. രാഷ്ട്രീയവും സാമുദായികവുമായ സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് അവരെ അത്തരം ചെയ്തികൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടി നിയമങ്ങൾ ഭേദഗതികൾ ചെയ്യുകയും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിക്രമങ്ങളും നീതി നിഷേധങ്ങളുമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുവാനും മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാനും അകറ്റുവാനുമൊക്കെയുള്ള പ്രസ്താവനകളും വാക്കുകളുമൊക്കെയാണ് ഇത്തരക്കാർ ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ വ്യക്തിത്വവും സംസ്കാരവും ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള പ്രതിസന്ധികളെക്കാൾ വലിയ പ്രയാസവേളകളും ബുദ്ധിമുട്ടുകളുമൊക്കെ തരണം ചെയ്ത സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും മനോബലവും പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസികളും നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ അന്നത്തെ ബഹുഭൂരിപക്ഷവും പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല അന്നത്തെ ഭരണാധികാരിയായ നമ്രൂദും
തൻ്റെ എല്ലാ ഭരണ സൗകര്യങ്ങളും വിശ്വാസികൾക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും എതിരിലായിക്കൊണ്ടാണ് നീക്കിയിരുന്നത്. ഈജിപ്തിൽ ഫറോവ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ, വിശ്വാസികൾക്കെതിരിൽ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി വിശുദ്ധ ഖുർആൻ വിശകലനം ചെയ്യുന്നുണ്ട്. അത് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ. അവസാനം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷകാലത്തെ ത്യാഗോജ്വലമായ പ്രബോധന ചരിത്രം അത് നമ്മുടെ മുമ്പിലുണ്ട്. കൂടെ നിന്നിരുന്ന ആളുകൾ വരെ, വിശ്വാസത്തിൽ കാപ്പട്യം കലർന്ന ആളുകൾ, പ്രതിസന്ധി ഘട്ടത്തിൽ വരെ, യുദ്ധസന്ദർഭത്തിൽ യുദ്ധമുഖത്ത് നിന്ന് വരെ പിന്മാറിപ്പോയ തിക്താനുഭവങ്ങൾ റസൂലിനും സഹാബത്തിനും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അങ്ങനെ തബൂക്ക് യുദ്ധത്തിൽ മുനാഫിക്കുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ അവർ മടങ്ങി വന്ന സന്ദർഭത്തിൽ അവരുടെ ഒരു പ്രസ്താവന പ്രത്യേകം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഞങ്ങളിനി മദീനയിൽ തിരിച്ചെത്തിയാൽ അഅസ് കൂടുതൽ പ്രതാപമുള്ള ആളുകൾ, അദൽ നിന്ദ്യരായ ആളുകളെ മദീനയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അവിടെ വിശ്വാസികളായ ആളുകൾ സ്വയമേവ അവർ തങ്ങൾ പ്രതാപവാന്മാരാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. പ്രവാചകനും മുസ്ലിങ്ങളുമൊക്കെ നിന്ദ്യരാണ്, അവർ പുറന്തള്ളപ്പെടേണ്ടവരാണ് എന്ന വിശ്വാസത്തിലാണ് ഈ പ്രഖ്യാപനം അവർ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്തൊരു മറുപടിയുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാകുന്നു പ്രതാപം. അല്ലാഹു അസീസാണ്, അല്ലാഹുവാണ് ഏറ്റവും വലിയ പ്രതാപി. വലി റസൂലിഹി, അല്ലാഹുവിൻ്റെ തിരുദൂതനുമാകുന്നു പ്രതാപം. വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ചിട്ടുള്ള സത്യവിശ്വാസികൾക്കുമാകുന്നു ഇസ്സത്തുള്ളത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഈ ദുർബല വിശ്വാസികളായ, കപടവിശ്വാസികളായ ആളുകൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ, ആ സന്ദർഭത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്തിൻ്റെ സവിശേഷതകൾ ഓരോന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളൊരു ഉത്തമ സമൂഹമാണ് എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കേണ്ടവരല്ല. ഉഖ്രിജത് ലിന്നാസ്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും വിമോചനം അത് നിങ്ങളിലൂടെ സാധ്യമാകണം. അജ്ഞതയിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക് മുഴുവൻ മനുഷ്യരെയും കൂട്ടിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് എന്ന് ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകണം. നമ്മുടെ ഈമാനിനെ ദിനേന എന്നോണം നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വിശ്വാസം തളർന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തകർന്നു പോകും. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളാണ് ഇസ്സത്തുള്ളവർ. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഔന്നിത്യം എന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും നിലനിർത്താൻ വിശ്വാസികളായി നമുക്ക് കഴിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അധർമ്മങ്ങളോട് ഒരിക്കലും നമ്മൾ രാജിയാകാൻ പാടില്ല. അല്ലാഹു നിഷിദ്ധമായ കാര്യങ്ങളെ കൃത്യമായി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. നിശ്ചയമായും എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് നീചവൃത്തികളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും
പ്രത്യക്ഷമായതിനെയും പരോക്ഷമായതിനെയും മാ ലഹറ മിൻഹ വമാ ബത്തൻ എന്നാണ്. നീചവൃത്തിയാണ്, അധർമ്മമാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നവയുമുണ്ട്, എന്നാൽ പരോക്ഷമായവയുമുണ്ട്. നിങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിയിടുന്ന പരോക്ഷമായ നീചവൃത്തികളുമുണ്ട്. അതൊക്കെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ കയ്യേറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിൽപ്പെട്ടതാണ്. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനാ, അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്തതിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെയും ശിർക്ക് ചെയ്യുന്നതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. നോക്കൂ, ഖുർആൻ എണ്ണി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസികളായ നമ്മൾ അതിൽ നിന്ന് അകന്നു നിന്ന് മാറി നിന്ന് ഒരിക്കലും ഇത്തരം തിന്മകളുമായി രാജിയാകാതിരുന്നാലാണ് നമ്മുടെ ഇസ്സത്തിനെ, നമ്മുടെ ഔന്നിത്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുക എന്നും ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും തന്നെ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഊന്നി പറഞ്ഞിട്ടുള്ളത്, മറ്റെല്ലാ തിന്മകളും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, തിന്മകളോടും അധർമ്മങ്ങളോടും തെറ്റുകളോടും രാജിയാകുന്ന വിധത്തിൽ വലിയ വലിയ പാപങ്ങളെ വരെ നിസ്സാരവൽക്കരിക്കുകയും അതിനോട് മൃദുല സമീപനം സ്വീകരിക്കുകയും അതിനെയൊക്കെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി സമൂഹത്തിൽ അറിയാതെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണിത്. ആദ്യം വലിയ വലിയ പാപമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന സംഗതി അത് കൂടുതൽ വ്യാപകമാകുന്നതോടുകൂടി അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നല് മാത്രമല്ല, സമൂഹത്തിൽ അത് വ്യാപകമാകുന്നതോടുകൂടി അതിനോടൊക്കെ അടുക്കാമെന്നുള്ള ഒരു മനസ്ഥിതി മനുഷ്യർക്ക് ഉണ്ടായിത്തീരുന്നു. ഇത് വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. വഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്, നിസ്സാരമായ പാപങ്ങളെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അതിനെ ചെറുതായി കാണരുത്. നിസ്സാര പാപങ്ങളെ വരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഫഇന്നഹുന്ന യജ്തമിഅന അലർ റജുൽ ഹത്താ യുഹ്ലിക്നഹു എന്നാണ്. ഈ കൊച്ചു കൊച്ചു പാപങ്ങൾ ഒരുമിച്ച് കൂടി ഒരാളുടെ മേൽ അത് വരുമ്പോൾ അതവരെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയോളം എത്തിച്ചേരുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ, വിശ്വാസത്തെ നമ്മൾ ദൃഢീകരിക്കേണ്ടതുണ്ട്. വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിന്റെ അച്ചടക്കം ഇല്ലാതായി തീരുക. ജീവിതത്തിൽ അച്ചടക്കം ഇല്ലാതായി തീരുമ്പോഴാണ് അരാജകത്വം കടന്നു വരിക. അച്ചടക്ക ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും അരാജക ജീവിതം നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഈമാനിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അടുക്കും ചിട്ടയുമുള്ള വെടിപ്പും വൃത്തിയുമുള്ള ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിന് പോറലേൽക്കുന്ന ഒരു ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമീപത്തുകൂടി വരാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ മുബാറക് ഇങ്ങനെ പറയുന്നുണ്ട്, റഅയ്തു ദുനൂബ തുമീതുൽ ഖുലൂബ വഖദ് യൂറസു ദുല്ല ഇദ്മാനുഹാ. പാപങ്ങൾ ചെറുതാണെങ്കിലും അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന്റെ മനസ്സിനെ അത് മരവിപ്പിച്ച് കളയും. മാത്രമല്ല, അത് മുഖേന അവന് നിന്ദ്യതയും അധമത്വവും തെറ്റുകൾ നിത്യമാക്കുന്നവന് വന്നു ചേരും. അതാണ് അവന് അനന്തരമെടുക്കാനാവുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ തെറ്റുകളെ, ചെറിയ തെറ്റുകളെയും വലിയതിനെന്തായാലും ഒഴിവാക്കണം. ചെറുതല്ലേ എന്ന് കരുതി ഒരിക്കലും അതിനോടൊരു നിസ്സാര വൽക്കരണം,
ഒരിക്കലും ഒരു മൃദുല സമീപനം അതിനോട് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കുന്നത് മുഖേന നിങ്ങളുടെ മനസ്സുകൾ സജീവമാകും, ജീവസുറ്റതായിത്തീരും. തെറ്റിനോടെതിരാവുക എന്നുള്ളതാണ് നിന്റെ മനസ്സിന്റെ ഗുണത്തിനും നന്മക്കും നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ തിന്മകളെ പോലും ഇന്ന് ഇങ്ങനെ തെറ്റിൽ ചെറുതാക്കി കാണുന്നൊരവസ്ഥയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം വ്യാപകമായിട്ടുള്ളൊരു തിന്മയാണ് ലഹരിയുടെ ഉപയോഗം. നമ്മളെല്ലാവരും ബേജാറിലാണ്. എപ്പോഴാണ് അത് നമ്മുടെ ഉമ്മറപ്പടിയിലേക്ക് കടന്നു വരിക എന്നതിനെക്കുറിച്ചുള്ള ഭീതിയാണ് എല്ലാവർക്കും. ഒരു സമൂഹം ഒന്നടങ്കം ഇതിനെതിരിൽ ഒരുമിച്ച് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലേ ഇത്തരം തിന്മകളെ സമൂഹത്തിൽ നിന്ന് അകറ്റാൻ നമുക്ക് കഴിയുള്ളൂ. ഒരു ഭാഗത്ത് നമ്മൾ അതിനെങ്ങനെ അകറ്റുകയും വേറൊരു ഭാഗത്ത് അതിനിങ്ങനെ അനുമതി കൊടുക്കുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് തിന്മകൾ ഇല്ലാതാവുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയെ കുറിച്ച് പറയുന്നത് കുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ്. ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവും നിഷിദ്ധമാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം. അത് ഖരമായി ഉപയോഗിച്ചാലും ദ്രാവകമായി ഉപയോഗിച്ചാലും വാതകമായി ഉപയോഗിച്ചാലും, പ്രകൃതിദത്തമായ ലഹരിയാകട്ടെ ഇനി രാസലഹരിയാകട്ടെ, ലഹരി ഉണ്ടാക്കുന്നോ അതൊക്കെ നിഷിദ്ധമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ലഹരിക്കെതിരിൽ നമ്മൾ നീങ്ങുക, ചില ലഹരിയൊക്കെ അതിനോടൊക്കെ ഒരു മൃദുല സമീപനം സ്വീകരിക്കുക എന്നതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്നാണ്. ലഹരി എന്നുള്ളത് എല്ലാ തിന്മകൾക്കും ജന്മം നൽകുന്ന കേന്ദ്രമാണ്. ലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യന് പിന്നെ എല്ലാ തിന്മകളും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അവന് ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് എല്ലാ തെറ്റുകളും ഉണ്ടാകും. കൊലപാതകങ്ങൾ അവിടെ ഉണ്ടാകും, വ്യഭിചാരം ഉണ്ടാകും, ലൈംഗിക അരാജകത്വം ഉണ്ടാകും, കൊള്ളയുണ്ടാകും, കൊള്ളിവെപ്പുണ്ടാകും. അവൻ സമ്പാദിക്കുന്ന സ്വത്ത് ഹലാലോ ഹറാമോ എന്നൊന്നും നോക്കൂല. ഹക്കും ബാത്തിലിന്റെയും പ്രശ്നമേ ഉണ്ടാവുകയില്ല. വെറുതെ ഇല്ല ഇസ്ലാം ഇതിനെയൊക്കെ നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ എന്ത് വേണമെന്നോ, ഇതിനെ എല്ലാ അർത്ഥത്തിലും എല്ലാ നിലക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളടക്കമുള്ള ആളുകൾ ഇതിൻ്റെ തിന്മയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരിൽ നീങ്ങുകയാണ് വേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നേരത്തെ ഓതി വെച്ചതുപോലെ വിശ്വാസികളായ നമ്മൾ ഇവിടെ എടുക്കേണ്ട നിലപാടും സമീപനവും എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിന് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മദ്യം എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ തനത് പാനീയമാണ് എന്ന് നമ്മൾ പറയുകയും കുടുംബസമേതം കള്ളുഷാപ്പിലേക്ക് പോയിരുന്ന് മദ്യപിക്കാനുള്ള സൗകര്യങ്ങളും വൃത്തിയും വെടിപ്പും അവിടെ ഒരുക്കി വെക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നമ്മളെല്ലാ വെടുപ്പും വൃത്തിയുള്ള സ്ഥലത്തേക്ക് കയറി പോകാൻ പാടില്ല. നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, എവിടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. എന്ത് തിന്നാമെന്നും എന്ത് കുടിക്കാമെന്നും, ആരൊക്കെ കൂടെ കൂടിയിരുന്ന് തിന്നാമെന്നും, ആരൊക്കെ കൂടെ കൂടിയിരുന്ന് നിങ്ങൾ തിന്നരുത് കുടിക്കരുത് എന്നുമൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശമുള്ള ഒരു ദീനാണിത്. അപ്പൊ ആ ദീനിന്റെ അടുക്കും ചിട്ടയും ഒക്കെ കൃത്യമായി നമ്മൾ പാലിക്കുകയും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മദ്യം വിളമ്പുന്ന സദസ്സുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് മദ്യം വിളമ്പാണെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്നാണ് റസൂല് പറഞ്ഞത്. അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ അത് കേട്ടിരിക്കാൻ പാടില്ല, അവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്നാണ് ഖുർആനിന്റെ കൽപ്പന. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യഖുദു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംർ, മദ്യം അത് വിളമ്പുന്ന ഒരു പാർട്ടിയിലും നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിനൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മദ്യം നമ്മുടെ വിവാഹ വേദികളിൽ വിളമ്പാണ്. മുസ്ലിം ഉമ്മത്ത് നടത്തുന്ന വിവാഹ
ത്തിന്റെ തലേന്നും അതിന്റെ മുമ്പ് ഉള്ള വിവാഹങ്ങളിലൊക്കെ ഈ മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കുന്ന അവസ്ഥയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? എങ്ങനെയാണ് നമുക്ക് ഇസ്സത്ത് കിട്ടുക? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തുക? എങ്ങനെയാണ് പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ സമാവിയായ നസ്ർ, അള്ളാഹുവിന്റെ അഭൗമികവും അലൗകികവുമായ സഹായം ഈ ഉമ്മത്തിന് കിട്ടുക? നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണിത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയായും വലിയ വലിയ പാപങ്ങളിൽ മനുഷ്യൻ ചെന്നകപ്പെടുക. ഒരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്, നോക്കൂ, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ നോക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ദൃഷ്ടി താഴ്ത്തലെന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനീന എന്നും പറയുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനാത്ത് അയ്യഗുദ്ദൂ മിൻ അബ്സാരിഹിം. ദൃഷ്ടി താഴ്ത്തണം, കാണരുത്, കാണാൻ പറ്റാത്തവ കാണരുത് എന്ന് പറയുന്നതിലൂടെ ഒരു വലിയ തിന്മയിൽ നിന്നാണ് അള്ളാഹു നമ്മളെ അകറ്റുന്നതും വിലക്കുന്നതും വിരോധിക്കുന്നതും. നളറത്തുൻ ഫബ്തിസാമത്തുൻ ഫസലാമു ഫകലാമുൻ ഫമൗഇദുൻ വലിഖാഉ. നളറത്തുൻ കാരണം ഒരു നോട്ടമാകും തുടക്കം. നോട്ടം കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും? അതിന്റെ തുടർച്ചയായി പുഞ്ചിരി കടന്നു വരും. ഫബ്തിസാമത്തുൻ, പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ സലാം, അഭിവാദ്യം ചെയ്യും. അഭിവാദ്യം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന്റെ പൂട്ട് തുറക്കാനുള്ള താഴ് തുറക്കാനുള്ള താക്കോല അഭിവാദ്യം. അത് തുറന്നു കഴിഞ്ഞാൽ ഫകലാം, പിന്നെ സംസാരമാണ്, പിന്നെ മെസ്സേജ് അയക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയാണ്. ഫകലാം അത് നേർക്ക് നേരെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപകരണങ്ങളിലൂടെയാകാം. സംസാരം ഇങ്ങനെ മുറുകി മുറുകി അവസാനം സംഭവിക്കുന്നത് എന്താണ്? ഫമൗഇദുൻ, പിന്നെ അപ്പോയിന്റ്മെന്റ് ആണ്. എവിടെ, എപ്പോൾ, ഏത് നേരത്താ വരേണ്ടത് അത് കൊടുക്കുന്നു. ഫലിഖാഉ, അവസാനം കണ്ടുമുട്ടുന്നു. തുടക്കം എവിടുന്നാണ്? നളറ, ഒരു നോട്ടം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മനുഷ്യനെ തിന്മയിൽ നിന്ന്, തെറ്റിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ എല്ലാം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നോ? നിങ്ങൾ കുണ്ടിൽ ചാടാതിരിക്കാൻ, നിങ്ങൾ കെണിയിൽ വീഴാതിരിക്കാൻ, നരകക്കുണ്ടിലേക്ക് ആപതിക്കാതിരിക്കാൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ മനോഗതി എന്തായിരിക്കണം? നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു വിശ്വാസവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ധർമ്മനിഷ്ഠയും ഒക്കെ കൊണ്ട് ഈ കാലത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹിന്റെ റസൂൽ അങ്ങനെ നല്ല നിലക്കൊരു ജീവിക്കുന്ന മനുഷ്യനെ ഉപമിച്ചത് എങ്ങനെയാണെന്നോ? നിങ്ങളുടെ ഉള്ളം കൈയിൽ തീക്കനൽ പിടിച്ച് നിങ്ങൾ നിൽക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളം കൈയിൽ തീക്കനലാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസകരമായ സാമൂഹ്യ സാഹചര്യം നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ സംസ്കാരത്തെ, നിങ്ങളുടെ ഐഡന്റിറ്റിയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാലം വരും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് നമ്മുടെ സ്വർഗത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന്റെ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം നേടാനുള്ള കാര്യമാണ് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ. ഒരു വിശ്വാസി അവന്റെ പാപത്തെ എങ്ങനെയാണ് കാണുന്നതെന്നോ? നോക്കിക്കാണുന്നത് അവൻ ഒരു വലിയ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന പോലെയാണ്. ആ പർവ്വതം എങ്ങനെയുണ്ട്? യഖാഫു അൻ തഖഅ അലൈഹി, തൻ്റെ തലയിലേക്ക് പൊളിഞ്ഞു വീഴുമെന്ന വിധത്തിൽ, തൻ്റെ തലയിലേക്ക് ഇപ്പോൾ തകർന്നു വീഴും ഈ പർവ്വതം എന്ന നിലക്ക് ഒരു പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുന്നവരെ പോലെ ഒരു വിശ്വാസി കഴിഞ്ഞുകൂടണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഒരു പാപത്തെ, തെറ്റിനെ, ഈ സമൂഹത്തിലുള്ള അധർമ്മങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടതെന്നാണ്. സമീപിക്കരുത്. നമ്മൾ ഒരിക്കലും രാജിയാകാൻ പാടില്ല. ഒരു തിന്മയോടും നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള സമീപനം നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി ഈ ഉത്ബോധനത്തിലൂടെ നമുക്ക് ഉണർത്തി തരുന്നത്. എന്നാൽ ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തമ്മാടിയായി ജീവിക്കുന്ന, താന്തോന്നിയായി ജീവിക്കുന്ന ഒരു അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം, യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹിന,
തൻ്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഒരു ഈച്ചയെ പോലെ പാപത്തെ അവൻ കാണുള്ളൂ. മൂക്കുമ്മലൊരു ഈച്ച ഇരുന്ന കൈ കൊണ്ടാട്ടിയാൽ പോകൂലേ? റസൂല് പറയാണ്, ഫഖാല ബിഹഖദ, നബി തൻ്റെ ശരീരഭാഷ കൊണ്ട് കൈ ഇങ്ങനെ തട്ടിക്കൊണ്ടേ, അങ്ങനെയാണ് ഒരു കുറ്റത്തെ കാണുന്നത്. അതൊക്കെ അത്രയേ ഉള്ളൂ, അതൊക്കെ നിസ്സാരമുള്ളൂ. ഓരോ സംഗതികളും സമൂഹത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ വലിയ അബദ്ധങ്ങൾ. നമ്മുടെ വിവാഹ സദസ്സുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, വിവാഹ സദ്യകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ എവിടെ എത്രയൊക്കെ ഉണ്ട് ഇസ്ലാം. അവിടെയാണ് നമ്മുടെ ഈമാൻ സുശക്തമായി നിൽക്കേണ്ടത്. നമ്മുടെ ഈമാനിനനുസരിച്ച് നമ്മുടെ വിവാഹ സദ്യകളും വിവാഹ ആഘോഷങ്ങളും അത് ശരിക്ക് നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ആഡംബരങ്ങളിൻ്റെയും ധൂർത്തിൻ്റെയും ആഭാസങ്ങൾ അവിടെ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല. റസൂല് പറഞ്ഞു, കുലു വഷ്റബു, നിങ്ങൾ തിന്നുകൊള്ളൂ, നിങ്ങൾ കുടിച്ചുകൊള്ളൂ, അമിതമാകാൻ പാടില്ല. മാത്രമല്ല വതസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്തുകൊള്ളൂ എന്നാ പറയുന്നത്. മുസ്ലിങ്ങളുടെ ഒരു വിവാഹം കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര തരത്തിലുള്ള ഭക്ഷണമാണ്, ആർക്കും തിന്നാൻ പറ്റാത്തതായി തീരുന്നു. മൗലാന അബുൽ ഹസൻ അലി നദവി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ധൂർത്തിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഇന്ന് നടത്തുന്ന ഭക്ഷണത്തിലുള്ള ധൂർത്ത്, അവരുടെ വേസ്റ്റ്, അവരുടെ എച്ചിലുകൾ അതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതെങ്ങാനും വിൽപ്പന നടത്താൻ കഴിയുമെങ്കിൽ അവർക്ക് അവരുടെ നാടുകളിൽ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തന കേന്ദ്രങ്ങളും ഉണ്ടാക്കാൻ മാത്രം മതി വരുന്ന തുകയാണ് ലോകത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ദിവസത്തെ വേസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മതി. ലോകത്തുള്ള മുസ്ലിം ഉമ്മത്ത് നടത്തുന്ന സദ്യകളുടെ ഒരു ദിവസത്തെ വേസ്റ്റ് എത്ര റുപ്യാണ്, എത്ര ദീനാറാണ്, എത്ര റിയാലാണ്, എത്ര ഡോളറാണ് അതിനു വേണ്ടി നീക്കി വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണം എത്ര പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ലോകം മുഴുവൻ തുടങ്ങണ്ട, നമ്മുടെ മഹലിൽ നിന്ന് തുടങ്ങിയാൽ മതി, നമ്മുടെ വാർഡിൽ നിന്ന് തുടങ്ങിയാൽ മതി, നമ്മുടെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഈ ഒരു മാറ്റമാണ് ശരിക്ക് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, അപ്പൊ എല്ലാ രംഗത്തും ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പം കൂടികളായി അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്കും കാണിക്കണം, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് അത് നമ്മളും ചെയ്യണം. ഖുർആൻ പറഞ്ഞല്ലോ, നരകത്തിലേക്ക് പോകുന്ന ആളുകളോട് നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുന്നുണ്ട്, എന്തേ ഇങ്ങോട്ട് പോന്നത് എന്ന്. മാ സലക്കക്കും ഫീ സഖർ, പല കാര്യങ്ങളും ഇങ്ങനെ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല, ഞങ്ങൾ താന്തോന്നികളായി തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു. പിന്നെ പറയുന്നത് ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചേയില്ല. ശരിക്കും ഒരു സദ്യ, വിവാഹ സദ്യ അനുഗ്രഹീതമാകുന്നതിനെ കുറിച്ച് റസൂല് പറഞ്ഞ എന്താണെന്നോ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ ഭക്ഷണത്തിന് കൊതിക്കുന്ന സാധുക്കളായ മനുഷ്യന്മാരുണ്ടാകും. അവർ ക്ഷണിക്കപ്പെടാത്ത വിവാഹ സദ്യകൾ ഒരിക്കലും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നതല്ല എന്നാണ് റസൂല് പറഞ്ഞത്. നമ്മൾ പരിശോധിക്കുന്നുണ്ട് അത്. അങ്ങനെ കൊതിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനിയൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും പള്ളർച്ചൊന്ന് തിന്നാമായിരുന്നു എന്ന് കരുതുന്ന ആളുകൾ ഉണ്ട് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹലിൽ, നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. എവിടുന്ന് നമുക്ക് പഠിച്ചവന്റെ ബർക്കത്ത് കിട്ടുക? അതുകൊണ്ടാണ് റസൂൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, എല്ലാം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പണ്ടൊന്നും അങ്ങനെയല്ല കല്യാണം. പന്തലെടുത്തത് വീട്ടുകാരല്ല, അയൽവക്കക്കാർ വന്നിട്ടാണ്. അന്ന് നാട്ടിലെ നമുക്കറിയാം, ഇവിടെയുള്ള വലിയ ആജിമാരുടെ വീട്ടിൽ ചെമ്പ് എന്നാണ് ഒഴിവുള്ളത്, ആ ദിവസമാണ് കല്യാണം തീരുമാനിക്കുക ദിവസം. നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന മാതിരി. ഓഡിറ്റോറിയം ഒഴിവെന്നുള്ള നിശ്ചയം ഓഡിറ്റോറിയം ഒഴിവില്ല എന്നാണ്. അന്ന് ഇവിടെ വലിയ വലിയ ആജിമാരുടെ വീട്ടിൽ വലിയ വലിയ ചെമ്പുകളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് നമ്മുടെ എടവണ്ണയിൽ കല്യാണങ്ങൾ നടന്നിരുന്നത്. ആ ചെമ്പിനെന്നാ ഒഴിവ്? അന്ന് എൻ്റെ മോളുടെ നിക്കാഹ്, അന്ന് എൻ്റെ മകന്റെ കല്യാണം. പന്തലിടുന്നതും അവിടേക്ക് എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുവരുന്നതോ ഒക്കെ അയൽവക്കക്കാര്, നാട്ടുകാര്. എന്തൊരു രസം!
രസം മാത്രമല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ, പരസ്പരം സഹകരിക്കുന്നതിലൂടെ, ഉള്ളു തുറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സഹവർത്തിത്വം ഈമാനിൽ പ്രചോദിതമാണ്. അവിടെയാണ് നിങ്ങളുടെ സ്വർഗം. എന്താണിത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്? മറ്റേത് ചെകുത്താന്മാരുടെ പണിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടാത്ത ഏത് കാര്യം കണ്ടാലും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വേണ്ടാത്തരം എന്നുള്ളതിന് ഖുർആൻ പ്രയോഗിച്ച പദം ലഗ്വ് എന്നാണ്. ഏത് കാര്യങ്ങളിലുമുള്ള വേണ്ടാത്തരങ്ങൾ, വേണ്ടതും വേണ്ടാത്തതും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. വേണ്ടാത്തരങ്ങളിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, എനിക്ക് പറ്റാത്തതാണ് അത് എങ്കിൽ മാന്യരായി നിങ്ങൾ അതിലൂടെ പോകണം. അത് നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല, അതിന് സഹായിക്കാൻ പാടില്ല, അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പാടില്ല, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിനെ നിങ്ങൾ പിന്തുണക്കാൻ പാടില്ല, അതിനെ പിന്തുണക്കുന്ന ആരുമായി നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. എന്നാലേ ഈ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ വയല് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുക. എങ്ങനെ കൽപ്പിക്കണം? ആദ്യം നമ്മളോട് കൽപ്പിക്കണം, നമ്മുടെ കുടുംബത്തോട് കൽപ്പിക്കണം. നമ്മൾ മാറണം. നമ്മുടെ മാറ്റത്തിലൂടെ, പരിവർത്തനത്തിലൂടെയുള്ള പ്രചാരണമാണ് ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വൻ നഹ്യു അനിൽ മുൻകർ, വേണ്ടാത്ത കാര്യങ്ങൾ വിലക്കുന്നതും അങ്ങനെയാണ്. ഞാൻ ആദ്യം ഒഴിവാക്കണം, എൻ്റെ കുടുംബത്തിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് എൻ്റെ അയൽവക്കക്കാരോട് പറയണം. ഞാനും എൻ്റെ കുടുംബം ഒഴിവാക്കാലേ എനിക്ക് എൻ്റെ അയൽവക്കക്കാരോട് പറയാൻ കഴിയുള്ളൂ. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ കഴിയണം. എത്ര ഉന്നതമായൊരു സംസ്കാരവും പ്രബോധന പ്രചാരണ ശൈലിയും ശീലവുമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നോക്കൂ, ആ രീതിയിലുള്ളൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ മാറുന്നവരെ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൂബാ ലിൽ ഗുറബ, അപരിചിതർക്ക് മംഗളം എന്ന്. അപരിചിതർക്ക് മംഗളം. ബദഅൽ ഇസ്ലാം ഗരീബ വസയഊദു ഗരീബ. അപരിചിതമായ അവസ്ഥയിലാണ് സുന്ദരമായി ഈ ദീൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആർക്കും ഇതിനെക്കുറിച്ച് പരിചയമില്ലായിരുന്നുവേ. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു, വാരിപ്പുണർന്നു, സ്നേഹിച്ചു, ജീവിതത്തിൽ ആവിഷ്കരിച്ചു, അവരുടെ ജീവിതമാക്കി ദീനിനെ പരിവർത്തിപ്പിച്ചു. അങ്ങനെ ഇനിയും ഇത് അപരിചിതത്വത്തിലേക്ക് മടങ്ങുന്ന ഒരു കാലം വരും. അന്ന് തൂബാ ലിൽ ഗുറബ, അപരിചിതർക്ക് മംഗളം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖീല മനിൽ ഗുറബ യാ റസൂലല്ലാഹ്, ആരാണ് ഈ അപരിചിതർ റസൂലേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉനാസുൻ സ്വാലിഹൂൻ, സദ്വൃത്തരായി തങ്ങളുടെ വിശ്വാസത്തെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകൾ. ആർക്കിടയിലെന്നോ? ഫീ ഉനാസിൻ സൂഇൻ കസീർ, ധാരാളം അധർമ്മങ്ങളും തിന്മകളും തെറ്റുകളും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിനിടയിൽ തങ്ങളുടെ വ്യക്തിത്വം പ്രശോഭിതമായ, അചഞ്ചലമായ, ഈമാനിൽ അധിഷ്ഠിതമായ വ്യക്തിത്വവും സംസ്കാരവും അത് ജീവിതത്തിൽ പിടിച്ചു നിർത്തി ജീവിക്കുന്ന ആളുകളാണ്. അവർക്കാണ് ഇസ്സത്ത്, അവർക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ളൊരു സഹായം നമുക്കും നമ്മുടെ ഉമ്മത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും പറ്റിപ്പോകുന്ന ധാരാളം തെറ്റുകൾ വന്നു പോകുന്നുണ്ട്. നിന്റെ ഫضل കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കതെല്ലാം പുറത്ത് മാപ്പാക്കി തരണേ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ അതിരും എതിരുമില്ലാത്ത സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.